Good morning, dear students. Today we are going to discuss the last portion of the chapter leverage analysis and EBITPS analysis. And here we are discussing some practical problems. Okay, so let's move on to the problems. First problem. A firm sells 80,000 units of a product. Okay, 80,000 units a firm sell ചെയ്തു. Selling price എന്ന് പറയുന്നത് ₹8 ആണ്. Variable cost is ₹2. Fixed cost is 3,30,000. We have to calculate operating leverage, degree of operating leverage. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ഇഫ് ഇറ്റ് സെൽസ് 96,000 യൂണിറ്റ്സ് ആൻഡ് 64,000 യൂണിറ്റ്സ്. ഓക്കെ, ഈ രണ്ട് സിറ്റുവേഷനിൽ നമ്മൾ കാണണം. അതിന് പുറമെ 80,000 കാണണം. ഓക്കെ, അപ്പോൾ ആദ്യം 80,000 യൂണിറ്റ് സെല് ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയണം. അതിനോടൊപ്പം തന്നെ 96,000 യൂണിറ്റ് സെല് ചെയ്യുമ്പോഴും 64,000 യൂണിറ്റ് സെല് ചെയ്യുമ്പോഴും എന്താണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആൻഡ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ 3 കോളംസ് നമ്മൾ ആവശ്യമാണ്. ഫസ്റ്റ് വൺ ഇസ് ഫോർ 80,000, 96,000 ആൻഡ് 64,000. ഓക്കെ, ഫസ്റ്റ് വി ആർ റൈറ്റിംഗ് ദ സെയിൽസ്. ഓക്കെ, ഫസ്റ്റ് സെല്ലിംഗ് പ്രൈസ് ഇസ് ₹8 അല്ലേ. 8 റുപ്പീസാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സെല്ലിംഗ് പെർ യൂണിറ്റ് 8 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ നമുക്കിവിടെ നോക്കാം. സെല്ലിംഗ് പ്രൈസ് ₹8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 80,000 യൂണിറ്റ് ഇൻറ്റു 8, സോ 6,40,000. സെയിൽസ് കിട്ടി 96,000 ഇൻറ്റു 8, സോ 7,68,000. 64,000 ഇൻറ്റു 8, സോ 5,12,000. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ഹാവ് ടു ഡിഡക്ട് ദ വേരിയബിൾ കോസ്റ്റ്. സോ ലെസ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എത്രയാണ് തന്നിട്ടുള്ളത്? ₹2 പെർ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു യൂണിറ്റിന് വേരിയബിൾ കോസ്റ്റ് ₹2. അങ്ങനെയാണെങ്കിൽ 80,000 യൂണിറ്റിന് എത്ര രൂപയാണ്? 80,000 ഇൻറ്റു 2, so 1,60,000. Then 96,000 into 2, 1,92,000, and 64,000 into 2, that is 1,28,000. ഓക്കെ, അപ്പോൾ നമുക്ക് സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ്, സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ദാറ്റ് ഈസ് കോൺട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോൺട്രിബ്യൂഷൻ കിട്ടി. ഓക്കെ, 6,40,000 നിന്ന് 1,60,000 ഡിഡക്റ്റ് ചെയ്തു. സോ വി ഗെറ്റ് 4,80,000 ആസ് കോൺട്രിബ്യൂഷൻ ഇൻ ദ ഫസ്റ്റ് കേസ്. Then in second case contribution is 5,76,000, and in third case the contribution is 3,84,000. Okay, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വി ഹാവ് ടു ഡിഡക്ട് ദ ഫിക്സഡ് കോസ്റ്റ് ഫ്രോം ദി കോൺട്രിബ്യൂഷൻ. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്യണം. ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ഡയറക്ട്ലി ഗിവൺ ഫിക്സഡ് കോസ്റ്റ് എമൗണ്ട്സ് ടു ₹3,30,000. സോ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും സെയിം തന്നെയായിരിക്കും അല്ലേ. ഈവൺ 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ പോലും ഫിക്സഡ് കോസ്റ്റ് എന്താണ്? 3,30,000 നമ്മൾ കൊടുക്കണം. ഓക്കെ, സോ എല്ലാത്തിലും 3,30,000 നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എഴുതി. എന്നിട്ട് കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് EBIT. ഓക്കെ, so in first case 4,80,000 minus 3,30,000, we will get 1,50,000. Then second case 5,76,000 less 3,30,000, we get 2,46,000. Then in third case 3,84,000 less 3,30,000, we get 54,000. ഓക്കെ, അതിനെ എന്താ പറയുക? EBIT എന്ന് പറയും. അതാണ് നമ്മുടെ ഏർണിങ്സ്. ഓക്കെ, ഇനി നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടുള്ള എന്താണ്? ഓപ്പറേറ്റിംഗ് ലിവറേജ് ആൻഡ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. സോ ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. ഫസ്റ്റ് കേസിൽ നോക്കുക, കോൺട്രിബ്യൂഷൻ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 4,80,000 ഡിവൈഡഡ് ബൈ EBIT 1,50,000 ഈക്വൽ ടു 3.2. അങ്ങനെ നമ്മൾ സെക്കൻഡ് കേസിലും തേർഡ് കേസിലും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ജസ്റ്റ് ആ ഫോർമുല അപ്ലൈ ചെയ്യുക, അതിൻ്റെ നേരെയുള്ള എമൗണ്ട് എടുത്തിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക, നമുക്ക് എമൗണ്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മളിവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടുപിടിക്കാം. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഹൗ വി വിൽ കാൽക്കുലേറ്റ്? ദാറ്റ് ഈസ് ഫോർ ദാറ്റ് വി ഹാവ് എ ഫോർമുല ദാറ്റ് ഈസ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. ഓക്കെ, എത്രമാത്രം ചേഞ്ച് വന്നു അതിനെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മളിവിടെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫോർമുലയാണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. അപ്പോൾ ആദ്യം നമുക്ക് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBITയിൽ എത്രമാത്രം ചേഞ്ച് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം.
ഓക്കെ, ആദ്യത്തെ EBIT എത്രയാണ്? 1,50,000 അല്ലേ? രണ്ടാമത്തെ EBIT എത്രയാണ്? രണ്ടാമത്തെ സിറ്റുവേഷനിൽ 2,46,000. അപ്പോൾ രണ്ടും കൂടി നമ്മൾ എത്ര ചേഞ്ച് വന്നു? 1,50,000 നിന്നും 2,46,000 ആയിട്ട് കൂടി. സോ എത്രയാണ് കൂടിയത്? 96,000 കൂടി. ഓക്കെ, അപ്പം നമുക്ക് പെർസെൻറ്റേജ് ചേഞ്ച് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? 1,50,000 നിന്ന് 2,46,000 പോയപ്പോൾ 96,000 ഇൻക്രീസ് വന്നിട്ടുണ്ട്. ഇനി പെർസെൻറ്റേജ് ചേഞ്ചിന് EBIT കാണാനായിട്ട് ചേഞ്ച് ഡിവൈഡഡ് ബൈ എമൗണ്ട് അറ്റ് ഫസ്റ്റ് ലെവൽ ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ എമൗണ്ട് അറ്റ് ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1,50,000 ആണ് അല്ലേ ഫസ്റ്റ് ലെവലിലെ EBIT. അപ്പോൾ ചേഞ്ച് എന്ന് പറയുന്നത് 96,000 ആണ്. ഡിവൈഡഡ് ബൈ 1,50,000 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ നമുക്ക് 64% എന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ കേസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാം. എപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് സിറ്റുവേഷൻ വെച്ചിട്ട് തന്നെ കമ്പയർ ചെയ്യണം. ഓക്കെ, അല്ലാതെ സെക്കൻഡ് സിറ്റുവേഷനും തേർഡ് സിറ്റുവേഷനും അല്ല കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ 80,000 യൂണിറ്റ്സ് വെച്ചിട്ടാണ് സെക്കൻഡ് സിറ്റുവേഷനെയും തേർഡ് സിറ്റുവേഷനെയും കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് സിറ്റുവേഷൻ നമ്മൾ കമ്പയർ ചെയ്തു, 64% എന്ന ആൻസർ കിട്ടി. ഇനി തേർഡ് സിറ്റുവേഷൻ നമ്മൾ കമ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ 80,000 യൂണിറ്റ്സിൽ നമുക്ക് എത്രയാണ് EBIT കിട്ടിയിട്ടുള്ളത്? 1,50,000. ദെൻ 64,000 യൂണിറ്റിൽ എത്രയാണ് EBIT? 54,000. അപ്പോഴും എന്താണ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. EBIT ഡിക്രീസ് ചെയ്തു. എത്ര എമൗണ്ടാണ് ഡിക്രീസ് ചെയ്തിട്ടുള്ളത്? ദാറ്റ് ഈസ് ഓൾസോ 96,000 ഡിക്രീസ് വന്നു. ഡിവൈഡഡ് ബൈ എമൗണ്ട് അറ്റ് ഫസ്റ്റ് ലെവൽ. ഏതാണ് ഫസ്റ്റ് ലെവൽ? 1,50,000 ഇറ്റ് സെൽഫ്. ഓക്കെ, ഇൻറ്റു 100. സോ വി വിൽ ഗെറ്റ് -64%. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. ഓക്കെ, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് എന്ന് പറയുന്നത് നോക്കുക. ആദ്യത്തെ സെയിൽ എത്രയായിരുന്നു? 6,40,000 ആയിരുന്നു. അത് പിന്നീട് 7,68,000 ആയി മാറി. അപ്പോൾ ഇൻക്രീസാണ് വന്നിട്ടുള്ളത് അല്ലേ? 1,28,000 ഇൻക്രീസ് വന്നു. ഡിവൈഡഡ് ബൈ എമൗണ്ട് അറ്റ് ഫസ്റ്റ് ലെവൽ. ഓക്കെ, ചേഞ്ച് എപ്പോഴും കാണുമ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് കാണുമ്പോൾ ഉള്ള ഫോർമുല എന്താണെന്ന് വെച്ചാൽ ചേഞ്ച് ഡിവൈഡഡ് ബൈ എമൗണ്ട് അറ്റ് ഫസ്റ്റ് ലെവൽ ഇൻറ്റു 100. ഓക്കെ, ഇപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ചിന് EBIT ആണെങ്കിൽ നമ്മൾ EBIT എടുക്കുന്നു. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ആണെങ്കിൽ നമ്മൾ സെയിൽ എമൗണ്ട് എടുക്കുന്നു. ഓക്കെ, എപ്പോഴും ഫോർമുല എന്തുതന്നെയാണ്? ചേഞ്ച് ഡിവൈഡഡ് ബൈ എമൗണ്ട് അറ്റ് ഫസ്റ്റ് ലെവൽ. അതുതന്നെയാണ് ഫോർമുല. ഓക്കെ, ദെൻ 1,28,000 ഡിവൈഡഡ് ബൈ 6,40,000 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് 20% കിട്ടി. ഇനി തേർഡ് സിറ്റുവേഷൻ വെച്ച് കമ്പയർ ചെയ്യുക. 6,40,000 അതേപോലെ തേർഡ് സിറ്റുവേഷനിൽ 5,12,000 ആണ് സെയിൽസ്. ഓക്കെ, അപ്പോഴും എന്തുതന്നെയാണ്? ഡിക്രീസ് ആണ് വന്നിട്ടുള്ളത്. സെയിം എമൗണ്ട് തന്നെയാണ് ഡിക്രീസ് വന്നിട്ടുള്ളത്. 1,28,000 ഡിവൈഡഡ് ബൈ എമൗണ്ട് അറ്റ് ഫസ്റ്റ് ലെവൽ 6,40,000 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? -20% കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാണാം. +64% ഡിവൈഡഡ് ബൈ 20%, ദാറ്റ് ഈസ് 3.2. -64% ഡിവൈഡഡ് ബൈ -20%. അപ്പോൾ നെഗറ്റീവ് എന്തായി? പോസിറ്റീവായി. +3.2. ഓക്കെ, അതാണ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. അപ്പോൾ ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് നമുക്ക് കിട്ടി. എന്താണ്? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ആൻഡ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT അല്ലേ? ഈ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താ പറയുന്നത്? ഒരു 20% സെയിൽസിൽ ഇൻക്രീസ് വന്നാൽ 64% എന്തിൽ ഇൻക്രീസ് വരും? പ്രോഫിറ്റിൽ ഇൻക്രീസ് വരും. ഓക്കെ, 20% സെയിൽ ഇൻക്രീസ് ചെയ്താൽ 64% സെയിൽ ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? 20% സെയിൽ ഡിക്രീസ് ചെയ്താൽ പ്രോഫിറ്റിൽ 64% ഡിക്രീസ് വരും എന്നുള്ളതും കൂടെ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം. A company has sale of 2 lakh sales ഉണ്ട്. വേരിയബിൾ കോസ്റ്റ് 40% ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് 60,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് 20,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? കമ്പൈൻഡ് ലിവറേജ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് സെയിൽ ഇൻക്രീസ് ചെയ്യണം. 5% സെയിൽ ഇൻക്രീസ് ചെയ്താൽ എന്തായിരിക്കും എന്നുള്ളത് കൂടെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെയിൽസ് 2 lakh തന്നിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് 40% ഓഫ് സെയിൽസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 40% ഇൻറ്റു 2 lakh. അപ്പോൾ നമുക്ക് എത്ര കിട്ടി?
80,000 is the sale. അപ്പോൾ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് നമുക്ക് എന്താ കിട്ടുക? കോൺട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ കോൺട്രിബ്യൂഷൻ നമുക്ക് ഇവിടെ കിട്ടി 1,20,000. ഇനി അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 60,000. അപ്പോൾ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് കോൺട്രിബ്യൂഷൻ കുറച്ചാൽ EBIT കിട്ടി. നമുക്ക് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് എത്രയാണ്? 20,000. അപ്പോൾ ഏർണിങ്സ് ബിഫോർ ടാക്സ് കിട്ടി. അപ്പോൾ 40,000. ഓക്കെ, ലെസ് ചെയ്ത് വരുമ്പോൾ കിട്ടും. ഇനി കമ്പൈൻഡ് ലിവറേജിൻ്റെ ഫോർമുല എന്താണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT. ഓക്കെ, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT. ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഫോർമുല എന്താണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. ഓക്കെ, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT എന്ന് പറഞ്ഞാൽ അത് ഓപ്പറേറ്റിംഗ് ലിവറേജായി. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT എന്ന് പറഞ്ഞാൽ അത് കമ്പൈൻഡ് ലിവറേജായി. ഓക്കെ, സോ ഹിയർ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 1,20,000 ഡിവൈഡഡ് ബൈ EBT, ദാറ്റ് ഈസ് 40,000 ഈക്വൽ ടു 3. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് 3 എന്ന് പറയുന്ന കമ്പൈൻഡ് ലിവറേജ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇഫ് 1% സെയിൽ ഇൻക്രീസ് ചെയ്താൽ 3/1 എന്നാണ് അർത്ഥം. അപ്പോൾ 1% സെയിൽ ഇൻക്രീസ് ചെയ്താൽ ഏർണിങ്സ് ബിഫോർ ടാക്സ് എത്ര ഇൻക്രീസ് ചെയ്യും? 3%, 3 ഇരട്ടി ഇൻക്രീസ് ചെയ്യുന്നു. സെയിൽ നമ്മൾ 1% ഇൻക്രീസ് വരുത്തിയാൽ, സെയിൽ കൂട്ടിയാൽ നമ്മുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഏർണിങ്സ് ബിഫോർ ടാക്സ് കൊടുക്കുന്നതിന് മുൻപുള്ള പ്രോഫിറ്റിൽ എത്ര ശതമാനം ചേഞ്ച് വരും? 3% ഇരട്ടി ഇൻക്രീസ് ഉണ്ടാവും എന്നർത്ഥം. ഓക്കെ, അതാണ് കമ്പൈൻഡ് ലിവറേജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം, നമുക്കിതൊന്നും പിന്നെ നമ്മളോട് പറയുന്നുണ്ട് ഇഫ് സെയിൽ ഇൻക്രീസ് ബൈ 5% എന്തായിരിക്കും എന്നുള്ളത് കാണണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കറൻറ്റ് സെയിൽ 2 lakh ആണ്. 2 lakhൻ്റെ 5% എന്ന് പറഞ്ഞാൽ 10,000 ആണ്. അപ്പോൾ 10,000 2 lakhൻ്റെ കൂടെ ആഡ് ചെയ്യുക. സോ 2,10,000 സെയിലായാൽ എന്താവും എന്ന് നമുക്ക് നോക്കാം. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 40% ഓഫ് സെയിൽസ് ആണ് അല്ലേ? അപ്പോൾ 40% ഓഫ് 2,10,000, സോ 84,000. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ എത്ര കിട്ടി? 1,26,000. ഇനി ഫിക്സഡ് കോസ്റ്റ് സെയിൽ എത്ര സെയിലായാലും ഈവൻ 1 യൂണിറ്റ് സെയിലായാലും ഫിക്സഡ് കോസ്റ്റ് എത്ര തന്നെയാണ്? സെയിം തന്നെയാണ് അല്ലേ? അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് 60,000 നമ്മൾ കുറച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? EBIT കിട്ടി. അതിൽ നിന്ന് ഇൻട്രസ്റ്റും കോൺസ്റ്റൻ്റ് തന്നെയാണ് അല്ലേ? ഇൻട്രസ്റ്റും എന്ത് തന്നെയാണ്? നമ്മുടെ എത്ര സെയിൽ നടന്നാലും നടന്നില്ലെങ്കിലും നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. സോ ഇൻട്രസ്റ്റ് 20,000. നമുക്ക് ഏർണിങ്സ് ബിഫോർ ടാക്സ് എത്ര കിട്ടി? 46,000 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് 46,000 നമുക്ക് എന്ത് കിട്ടി? ഏർണിങ്സ് ബിഫോർ ടാക്സ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എത്രമാത്രം ചേഞ്ച് വന്നു എന്ന് നമുക്ക് നോക്കാം. എന്താണ് ചേഞ്ച് എപ്പോഴും കാണുന്നത്? എങ്ങനെയാണ്? ചേഞ്ച് ഡിവൈഡഡ് ബൈ എമൗണ്ട് അറ്റ് ഫസ്റ്റ് ലെവൽ ഇൻറ്റു 100. ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ ചേഞ്ച് ഇവിടെ എത്രയാണ്? ആദ്യത്തെ പ്രോഫിറ്റ് എത്രയാണ്? 40,000. രണ്ടാമത്തെ പ്രോഫിറ്റ് എത്രയാണ് വന്നത്? ഏർണിങ്സ് ബിഫോർ ടാക്സ് എത്രയാണ്? 46,000. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? ഇൻക്രീസ് വന്നത് എത്രയാണ്? ചേഞ്ച് 6,000 ഡിവൈഡഡ് ബൈ എമൗണ്ട് അറ്റ് ഫസ്റ്റ് ലെവൽ, ദാറ്റ് ഈസ് 40,000. 6,000 ഡിവൈഡഡ് ബൈ 40,000 ഇൻറ്റു 100, ദാറ്റ് ഈസ് 15%. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? സെയിൽസിൽ 5% ഇൻക്രീസ് വന്നപ്പോൾ ഏർണിങ്സ് ബിഫോർ ടാക്സിൽ 15% ഇൻക്രീസ് വന്നു അല്ലേ? 5ൻ്റെ 3 ഇരട്ടി തന്നെയല്ലേ? അതന്നല്ലേ നമുക്ക് നേരത്തെയും ഇത് കിട്ടിയത് 3 എന്നുള്ളത്. കമ്പൈൻഡ് ലിവറേജ് 3 കിട്ടിയില്ലേ? അപ്പോൾ അതന്നല്ലേ ഇതും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1% സെയിൽ ഇൻക്രീസ് വന്നാൽ 3% പ്രോഫിറ്റിൽ ഇൻക്രീസ് ആവും. 3 ഇരട്ടി ഇൻക്രീസ് പ്രോഫിറ്റിൽ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ സെയിൽ 5% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയാണ് പ്രോഫിറ്റിൽ വന്ന ഇൻക്രീസ്? 15%. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഈ പ്രോബ്ലം. ദ നെക്സ്റ്റ് പ്രോബ്ലം ഈസ്, നമുക്ക് കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ട്. സെയിൽസ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. 2 സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ വി ഹാവ് ടു compute the degree of financial leverage. Degree of financial leverage എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? EBIT ഡിവൈഡഡ് ബൈ EBT. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. സോ ഫിനാൻഷ്യൽ ലിവറേജ് നമ്മൾ കാണുന്നു. അതിനായിട്ട് നമ്മൾ ആദ്യം സെയിൽസ് എഴുതുന്നു. ലെസ് വേരിയബിൾ കോസ്റ്റ് 40% ആണ്, അത് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷനിൽ നിന്ന് ലെസ് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ നമുക്ക് EBIT കിട്ടും. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ചാൽ നമുക്ക് EBT കിട്ടി അല്ലേ? ഇനി ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ EBIT ഡിവൈഡഡ് ബൈ EBT ആണ്. സോ നമുക്കത് ഡയറക്റ്റ്ലി തന്നെ അതിൽ നിന്ന് എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, EBIT ഇവിടെ എത്രയാണ്? 9,50,000 ഡിവൈഡഡ് ബൈ 8,25,000, സോ 1.15. ഹിയർ രണ്ടാമത്തെ സിറ്റുവേഷനിൽ എങ്ങനെയാണ്? 14,50,000 ഡിവൈഡഡ് ബൈ 12,90,000, വി വിൽ ഗെറ്റ് 1.12. ഓക്കെ,
Then next problem is from the following data calculate the degree of operating leverage and which firm is more riskier. നമുക്ക് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടുപിടിച്ചതിന് ശേഷം ഏത് ഫേമാണ് റിസ്ക് കൂടുതൽ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാം സെയിൽസ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാണണം എന്നുണ്ടെങ്കിൽ എന്താണ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എത്രയാണ്, എന്താണ് ഫോർമുല, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT കാണണം. ഓക്കെ, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. ഇപ്പോൾ ഈ കോൺട്രിബ്യൂഷൻ കാണണം എന്നുണ്ടെങ്കിൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും. ലെസ് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് EBIT കിട്ടി, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT നമുക്ക് രണ്ടിൻ്റെയും കണ്ടു, ഒന്ന് 1.74 ആൻഡ് 1.12. ഇപ്പോൾ ഏതാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഏതിനാ കൂടുതൽ, എക്കാണ് കൂടുതൽ. സോ എ ഈസ് മോർ റിസ്കിയർ ദാൻ ബി. ഓക്കെ, ദെൻ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് പ്രോബ്ലം. ദാറ്റ് ഈസ് ഹിയർ നമുക്ക് ഓരോ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത്. സെയിൽസ്, വേരിയബിൾ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ, ഫിക്സഡ് കോസ്റ്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, എല്ലാ ഇൻഫർമേഷനും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്, we have to calculate operating leverage, financial leverage, combined leverage മൂന്നും കാണണം. എന്നിട്ട് റിസ്ക് പൊസിഷൻ കമൻറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഡാറ്റാസും നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടെന്ന് നമ്മൾ ജസ്റ്റ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. സോ ക്വസ്റ്റിനിൽ തന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT ചെയ്യുമ്പോൾ എ ലിമിറ്റഡിൽ നമുക്ക് 2 കിട്ടും, ബി ലിമിറ്റഡിൽ 2.33 കിട്ടും. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് പ്രകാരം ഏതാണ് കൂടുതൽ റിസ്ക്, ബി ലിമിറ്റഡ് ഇസ് മോർ റിസ്കിയർ. ദെൻ ഫിനാൻഷ്യൽ ലിവറേജ് കാണുന്നു, ദാറ്റ് ഈസ് EBIT ഡിവൈഡഡ് ബൈ EBT. അപ്പോൾ നമുക്ക് എ ലിമിറ്റഡിൽ 1.5, ബി ലിമിറ്റഡ് 1.5. അപ്പോൾ എങ്ങനെയാണ് റിസ്ക് ലെവൽ എന്ന് പറയുന്നത്, രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് രണ്ട് കേസിലും സെയിം ആണ്, അതുകൊണ്ട് തന്നെ റിസ്ക് ലെവൽ സെയിം ഇൻ കേസ് ഓഫ് എ ലിമിറ്റഡ് ആൻഡ് ബി ലിമിറ്റഡ്. ഇനി തേർഡ് കേസ് കമ്പൈൻഡ് ലിവറേജ് നമുക്ക് നോക്കാം. നമുക്ക് ഈ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT എന്ന് ചെയ്യാം, അതല്ലെങ്കിൽ ഈ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ് ചെയ്താലും മതി. ഓക്കെ, ഇപ്പോഴും നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കമ്പൈൻഡ് ലിവറേജ് എത്രയാണ് കിട്ടുന്നത്, 3 ആൻഡ് 3.5. സോ ഇൻ കേസ് ഓഫ് ബി ലിമിറ്റഡ് 3.5 ആണ്, അതുകൊണ്ട് തന്നെ കമ്പൈൻഡ് ലിവറേജ് ബി ലിമിറ്റഡിൽ ഹയർ ആയതുകൊണ്ട് തന്നെ ബി ലിമിറ്റഡ് ഈസ് ഹാവിങ് ഹയർ റിസ്ക് ആസ് കമ്പയർഡ് ടു എ ലിമിറ്റഡ്. ഓക്കെ, അതാണ് നമ്മുടെ ഈ പ്രോബ്ലം. നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ നമുക്ക് തന്നിട്ടുണ്ട്, ഇക്വിറ്റി ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ 6,10,000 ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്തുണ്ട്, ഇക്വിറ്റി ക്യാപിറ്റൽ, അതേപോലെ ഡിബഞ്ചേഴ്സ് ഉണ്ട്, 10% ആണ് ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സെയിൽസ് തന്നിട്ടുണ്ട് 36,000 യൂണിറ്റ് ആയിട്ട് കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നു. സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, ടാക്സ് തന്നിട്ടുണ്ട്. യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ് ആൻഡ് കമ്പൈൻഡ് ലിവറേജ് മൂന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സെയിൽസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 36,000 യൂണിറ്റ് ആണ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസസ് 20. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം 30,000-ൻ്റെയും 36,000-ൻ്റെയും രണ്ടിൻ്റെയും കാണണം. അപ്പോൾ 36,000 ഇൻറ്റു 20 7,20,000, അതേപോലെ 30,000 ഇൻറ്റു 20 ദാറ്റ് 6 lakh. ഓക്കെ, രണ്ടിൻ്റെയും സെയിൽസ് കണ്ടു. വേരിയബിൾ കോസ്റ്റ് 12 per യൂണിറ്റ് എന്നിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ 12 ഇൻറ്റു 30,000, 12 ഇൻറ്റു 36,000 നമ്മൾ എഴുതി. അപ്പോൾ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടി, കോൺട്രിബ്യൂഷനിൽ നിന്ന് ലെസ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, EBIT കിട്ടി. ഇനി EBITയിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം, ഇൻട്രസ്റ്റ് കുറയ്ക്കണം, എന്നാലാണ് നമുക്ക് EBT കിട്ടുള്ളൂ. അപ്പോൾ EBT എന്ന് കിട്ടണമെങ്കിൽ ഇൻട്രസ്റ്റ് എത്രയാണ്, 6,10,000 ഡിബഞ്ചേഴ്സ്. സോ 10% ഇൻറ്റു 6 lakh ദാറ്റ് 60,000. ഓക്കെ, ഇൻട്രസ്റ്റ് EBITയിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് EBT കിട്ടി. എന്നിട്ട് നമുക്ക് ടാക്സും ഇവിടെ തന്നിട്ടുണ്ട് 50% എന്ന് ടാക്സ് പറയുന്നുണ്ട്. സോ യു ഹാവ് ടു ഡിഡക്ട് ദ ടാക്സ്, ദാറ്റ് ഈസ് 50% നമ്മൾ ടാക്സ് ഡിഡക്റ്റ് ചെയ്തു. ഓക്കെ, ടാക്സ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടും അല്ലേ. എന്നിട്ട് നമുക്ക് എന്ത് കാണണം, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് തന്നിട്ടുണ്ട്. ഇവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്പർ ഒരു ഷെയറിന് 10 രൂപയാണ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ 6 lakh ആണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ 10. അപ്പോൾ എത്രയാണ്,
60,000 ഷെയർസാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഏർണിങ്സ് ഡിവൈഡഡ് ബൈ 60,000. അപ്പോൾ ഒരു ഷെയറിന് എത്രയാണ് ഏർണിങ്സ്? EPS ഏർണിംഗ് പെർ ഷെയർ 0.67 ആൻഡ് 1.07. ഓക്കെ, രണ്ടിനെയും കിട്ടിയല്ലോ. ഇനി നമുക്ക് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്, കമ്പൈൻഡ് ലിവറേജ് കാണണം. സോ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ആൻഡ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT. അതാണ് ഫിനാൻഷ്യൽ ലിവറേജ്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജും കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് കാണാം. ആദ്യത്തെ സെയിൽസ് എത്രയായിരുന്നു? 1 lakh. ആദ്യത്തെ സെയിൽ 6 lakh ആയിരുന്നു. അത് പിന്നെ 7,20,000 ആയിട്ട് കൂടി. ഓക്കെ, ആദ്യത്തെ സെയിൽസ് നോക്കുക. ആദ്യത്തെ സെയിൽ 6 lakh ആയിരുന്നു, പിന്നെ 7,20,000 ആയി. അപ്പോൾ എത്രമാത്രം ഇൻക്രീസ് ആണ് വന്നത്? 1,20,000 ഇൻക്രീസ് വന്നു. ഡിവൈഡഡ് ബൈ എമൗണ്ട് അറ്റ് ഫസ്റ്റ് ലെവൽ എത്രയാണ്? 6 lakh തന്നെയാണ്. ഇനി പെർസെൻറ്റേജ് ചേഞ്ചിന് EBIT നോക്കാം. ആദ്യത്തെ EBIT എത്രയായിരുന്നു? 1,40,000 ആയിരുന്നു, പിന്നെ 1,88,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 48,000 ഇൻക്രീസ് വന്നു അല്ലേ? അപ്പം 48,000 ഡിവൈഡഡ് ബൈ എമൗണ്ട് അറ്റ് ഫസ്റ്റ് ലെവൽ, ദാറ്റ് ഈസ് 1,40,000 ഇൻറ്റു 100. ഓക്കെ, ഇതാണ് നമ്മൾ പെർസെൻറ്റേജ് ചേഞ്ചിന് EBITയും പെർസെൻറ്റേജ് ചേഞ്ചിൻ സെയിൽസും കൂടെ നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? 20%, 34.29%. അതേപോലെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPSും കൂടെ. ഇവിടെ EPS നമ്മൾ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് കാണണമെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS കാണണം. സോ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS, ആദ്യത്തെ EPS എത്രയായിരുന്നു? 0.67. അത് 1.07 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എത്രയാണ് ഇൻക്രീസ് വന്നിട്ടുള്ളത്? 1.07 മൈനസ് 0.67 ഡിവൈഡഡ് ബൈ 0.67 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 60% ഇൻക്രീസ് വന്നു എന്നുള്ളത് നമുക്ക് കിട്ടും. അത് നമ്മൾ ഇൻറ്റു ചെയ്താൽ നമുക്ക് ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജും കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? We have to calculate the operating leverage and financial leverage under situation 1 and 2 and financial plans A and B. ഇപ്പോൾ situation 1-ൽ A and B സിറ്റുവേഷൻ ഉണ്ട്. സിറ്റുവേഷൻ 1 അല്ല, under financial plans A and B. അപ്പോൾ ഫിനാൻഷ്യൽ പ്ലാൻസ് A ആൻഡ് B ഉണ്ട്. അതിൽ 2 സിറ്റുവേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ Aയിൽ 1 and 2, അതേപോലെ തന്നെ B സിറ്റുവേഷനിൽ 1 and 2, 2 സിറ്റുവേഷൻസ് നമ്മൾ കൊടുക്കണം. ഓക്കെ, റിലേറ്റിംഗ് ടു ദ ഓപ്പറേഷൻ ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് കമ്പനി, വാട്ട് ആർ ദ കോമ്പിനേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജ്. ഇവിടെ നമ്മൾ എന്താ കാണേണ്ടത്? കമ്പൈൻഡ് ലിവറേജ് ആണ് കാണേണ്ടത്. വാട്ട് ആർ ദ കോമ്പിനേഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പൈൻഡ് ലിവറേജ് ആണ് കാണേണ്ടത്. എന്നിട്ട് വിച്ച് ഗീവ്സ് ദ ഹയസ്റ്റ് ആൻഡ് ലീസ്റ്റ് വാല്യൂ. ഇതിൽ ഹയസ്റ്റ് വാല്യൂ ഏതിനാണ്, ലീസ്റ്റ് വാല്യൂ ഏതിനാണ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി 2000, ആക്ച്വൽ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് എത്രയാണ്? 50%. അപ്പോൾ നമ്മുടെ ആക്ച്വൽ യൂണിറ്റ് എത്രയാണ്? ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി 2000 ആണെങ്കിലും ആ ഇൻസ്റ്റാൾ ചെയ്ത ഫുൾ കപ്പാസിറ്റി അവർ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഇവരെത്രയാണ് ആക്ച്വൽ പ്രൊഡക്ഷൻ? 50% ആണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ യൂണിറ്റ്സ് എത്രയാണ്? 2000 ഇൻറ്റു 50%. എത്രയാണ്? 2000 പകുതി എത്രയാണ്? 1000 യൂണിറ്റ് ആണ് നമ്മുടെ സെയിൽസ് യൂണിറ്റ്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 20 ആണ്. അപ്പോൾ 1000 ഇൻറ്റു 20,000 ആണ് നമ്മുടെ സെയിൽസ്. വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 10 ആണ്. അപ്പോൾ 1000 ഇൻറ്റു 10,000 ആണ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ സെയിൽസ് 20,000, വേരിയബിൾ കോസ്റ്റ് 10,000. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ എത്രയാണ്? 10,000 തന്നെയാണ്. ഇനി ഫിക്സഡ് കോസ്റ്റ് 2 സിറ്റുവേഷനിൽ, സിറ്റുവേഷൻ 1-ൽ 4,000, സിറ്റുവേഷൻ 2-ൽ 5,000. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺട്രിബ്യൂഷൻ നമുക്ക് 10,000 വരെ കിട്ടി അല്ലേ? ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ഓരോ സിറ്റുവേഷനിലും എങ്ങനെയാണെന്ന്. ഇനി ക്യാപിറ്റൽ സ്ട്രക്ചർ, ഇക്വിറ്റി ഉണ്ട്, അതേപോലെ ഡെറ്റ്. ഫിനാൻഷ്യൽ പ്ലാൻ Aയിൽ ഇക്വിറ്റി 5,000, ഡെറ്റ് 15,000, ഡെറ്റ് 10% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Bയിൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ 2 സിറ്റുവേഷനിലും ഡിഫറെൻറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കോൺട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞു 10,000 ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി സിറ്റുവേഷൻ 1-ൽ 4,000 ആണ് ഫിക്സഡ് കോസ്റ്റ്, സിറ്റുവേഷൻ 2-ൽ 5,000 ആണ് ഫിക്സഡ് കോസ്റ്റ്.
ഓക്കെ. അപ്പോൾ സിറ്റുവേഷൻ 1-ൽ എയിൽ 4000, ബിയിൽ 4000. ഓക്കെ. സിറ്റുവേഷൻ 2-ൽ എയിൽ 5000, ബിയിൽ 5000 എഴുതി. അപ്പോൾ നമുക്ക് EBIT കിട്ടും. ആ കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ EBIT കിട്ടി. ഇനി EBITയിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? ഇൻട്രസ്റ്റ് കുറക്കണം. 10% ആണ് ഡെറ്റ്. ഓക്കെ. 15,000 ആണ് നമ്മുടെ ഡെറ്റ്. ഓക്കെ. അപ്പോൾ ഇവിടെ സിറ്റുവേഷൻ എയിൽ 15,000 ആണ് ഡെറ്റ് റേസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ 10% 1,500. ഓക്കെ. അപ്പോൾ 1,500 ഇൻട്രസ്റ്റ് നമ്മൾ കുറച്ചു. ബി കേസിൽ ഡെറ്റ് അവർ റേസ് ചെയ്തിട്ടുള്ളത് 5,000 ആണ്. അതിൻ്റെ 10% 500 ആണ്. അപ്പോൾ ബി കേസിൽ 500 നമ്മൾ ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? EBT കിട്ടി അല്ലേ. ഇനി നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടിട്ട് വേണം നമുക്ക് കമ്പൈൻഡ് ലിവറേജ് കാണാനായിട്ട്. ഓക്കെ. കമ്പൈൻഡ് ലിവറേജ് നമ്മൾ എന്ത് കാണുന്നു? അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാണാം, കമ്പൈൻഡ് ലിവറേജ് കാണാം, എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT എന്ന ഫോർമുലയിൽ നമുക്ക് എന്ത് ചെയ്യാം? കമ്പൈൻഡ് ലിവറേജ് കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് ലിവറേജ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. ഓക്കെ. അപ്പോൾ നമുക്ക് എല്ലാ സിറ്റുവേഷനിലും കിട്ടി. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത് EBIT ഡിവൈഡഡ് ബൈ EBT. അപ്പോഴും നമുക്ക് എല്ലാ സിറ്റുവേഷനിലും ഫിനാൻഷ്യൽ ലിവറേജ് കിട്ടി. ഇനി കമ്പൈൻഡ് ലിവറേജ് അതും നമുക്ക് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT. ഓക്കെ. സോ അതിൻ്റെ ഫോർമുല വെച്ചിട്ട് അതും നമുക്ക് കിട്ടി. ഓക്കെ. ഇനി അതല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ് ചെയ്താൽ മതി. ഇനി ഹയസ്റ്റ് ലീസ്റ്റ് വാല്യൂ എന്താണെന്ന് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫിനാൻഷ്യൽ പ്ലാൻ എയിൽ നോക്കുക. എയിൽ ഹയസ്റ്റ് വാല്യൂ കമ്പൈൻഡ് ലിവറേജ് ഏതാണ്? ഹയസ്റ്റ് വാല്യൂ 2.86 എന്ന് പറയുന്നത് സിറ്റുവേഷൻ 2-ലാണ് വന്നിട്ടുള്ളത്. ഇനി കമ്പൈൻഡ് ലിവറേജിൻ്റെ ഹയസ്റ്റ് വാല്യൂ ഏതിൽ? പ്ലാൻ ബിയിൽ ഏതാ വരുന്നത്? ഹയസ്റ്റ് വാല്യൂ ആൻഡ് ലീസ്റ്റ് വാല്യൂ നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിലും വെച്ചിട്ട് ഏറ്റവും കമ്പൈൻഡ് ലിവറേജിൻ്റെയാണ് ഹയസ്റ്റ് ആൻഡ് ലീസ്റ്റ് വാല്യൂ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം കമ്പൈൻഡ് ലിവറേജ് ആദ്യത്തെ കേസിൽ എന്താ? 2.22, 2.86, 1.82 ആൻഡ് 2.22. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ഏതാണ്? 2. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ഏതാണ്? 2.86 is the highest value and 1.82 is the least value. ഓക്കെ. അതാണ് നമ്മുടെ ആ പ്രോബ്ലം. ഇനി നെക്സ്റ്റ് പ്രോബ്ലം ദാറ്റ് ഈസ് സെയിൽസ് എന്നുണ്ട്, വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, ഡെറ്റ്, റേറ്റ് ഓഫ് ഡെറ്റ്, ഇക്വിറ്റി ക്യാപിറ്റൽ. നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്, കമ്പൈൻഡ് ലിവറേജ്. അതേപോലെ തന്നെ അറ്റ് വാട്ട് ലെവൽ EBT വിൽ ബി 0. EBT വിൽ ബി 0 എന്ന് പറയുന്നത് എന്താണ്? EBT 0 ആവുന്നത് ഏത് സിറ്റുവേഷനിലാണ്? ബ്രേക്ക് ഈവൺ സെയിൽസ് നടക്കുമ്പോഴാണ് EBT 0 ആവുന്നത്. ഓക്കെ. EBT 0 ആവുന്നത് എപ്പോഴാണ്? ബ്രേക്ക് ഈവൺ സെയിൽസ് നടക്കുമ്പോഴാണ് EBT 0 ആവുന്നത്. ബ്രേക്ക് ഈവൺ സെയിൽസിനേക്കാളും കൂടുതൽ നടന്നാൽ EBT കൂടിക്കൊണ്ടേ വരും. അപ്പോൾ EBT എപ്പോഴാണ് 0 ആവുന്നത്? ബ്രേക്ക് ഈവൺ സെയിൽസ് 0 ആവുമ്പോഴാണ്. ഓക്കെ. സോ നമ്മളിവിടെ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ഫോർമുല. അപ്പോൾ ഇവിടെ റിട്ടേൺ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? റിട്ടേൺ എന്ന് പറഞ്ഞാൽ EBIT, അതിനെയാണ് ഇവിടെ റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ. സോ നമ്മളിവിടെ ആദ്യം സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാം. സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ്, നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും, ലെസ് ഫിക്സഡ് കോസ്റ്റ്, നമുക്ക് എന്ത് കിട്ടി? EBIT കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് EBIT കിട്ടും. ഓക്കെ. സെയിൽസ് നമുക്ക് 75 lakh, ലെസ് വേരിയബിൾ കോസ്റ്റ് 42 lakh, ലെസ് ഫിക്സഡ് കോസ്റ്റ് 6 lakh. ഓക്കെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടുന്നത് 27 lakh ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ ക്യാപിറ്റൽ എത്രയാണ്? ടോട്ടൽ ക്യാപിറ്റൽ നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്? ഇക്വിറ്റി ക്യാപിറ്റൽ 55 lakh ആൻഡ് ഡെറ്റ് 45 lakh. ഓക്കെ. അപ്പോൾ നമുക്ക്
100 lakh കിട്ടി നമുക്ക് അല്ലേ. ടോട്ടൽ ക്യാപിറ്റൽ നമുക്ക് 100 lakh കിട്ടി. അപ്പോൾ നമുക്കിവിടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ എത്രയാണ് റിട്ടേൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റൽ, ഇതാണ് റിട്ടേൺ. അപ്പം EBIT ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റൽ നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 27% എന്ന് കിട്ടി. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ് ആൻഡ് കമ്പൈൻഡ് ലിവറേജ്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT, നമുക്കത് കണ്ടുപിടിക്കാം. ഇനി ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ EBIT ഡിവൈഡഡ് ബൈ EBT. അപ്പോൾ നമ്മൾ EBITയിൽ നിന്ന് ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്യുക, അപ്പോൾ നമുക്ക് EBT കിട്ടും. ഓക്കെ, സോ EBIT എന്ന് പറയുന്നത് നിന്നും ഇൻട്രസ്റ്റ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് എത്രയാണ്? 9% ആണ് റേറ്റ് ഓഫ് ഡെറ്റ്. അപ്പോൾ ഡെറ്റ് എത്രയാണ്? 45 lakh ആണ് ഡെറ്റ് റേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 9% ആണ് ഇൻട്രസ്റ്റ്. സോ 4,05,000 ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ഇനി അതിൻ്റെ ബേസിൽ നമ്മളത് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ് ആൻഡ് കമ്പൈൻഡ് ലിവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി EBT 0 ആവുന്നത് ഏത് സിറ്റുവേഷനാണ്, ഏത് ലെവലിലാണ് എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഞാൻ പറഞ്ഞു ബ്രേക്ക് ഈവൺ സെയിൽസിലാണ് EBT 0 ആവുന്നത്. ബ്രേക്ക് ഈവൺ സെയിൽസ് ആണ് നമ്മളിവിടെ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ബ്രേക്ക് ഈവൺ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫിക്സഡ് കോസ്റ്റും അതേപോലെ ഇൻട്രസ്റ്റും ഇവിടെ ഉണ്ടല്ലേ. ഇൻട്രസ്റ്റും നമുക്ക് ഫിക്സഡ് തന്നെയാണല്ലേ. നമുക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വി ഹാവ് ടു പേ ദ റേറ്റ് ഓഫ് ഡെറ്റ് അല്ലേ. ഇൻട്രസ്റ്റ് നമ്മൾ നിർബന്ധമായിട്ടും പേ ചെയ്യണം. സോ നമ്മൾ ഫിക്സഡ് കോസ്റ്റിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്യുക ഇൻറ്റു സെയിൽസ്. സെയിൽസ് ഇവിടെ എത്രയാണ്? 75 lakh ആണ് നമ്മുടെ സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ നോക്കുക 6 lakh ആണ് ഫിക്സഡ് കോസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കുക ഫിക്സഡ് കോസ്റ്റ് 6 lakh ഇൻറ്റു 9% ഇൻട്രസ്റ്റ് കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഡിവൈഡഡ് ബൈ സെയിൽസ്, ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് 75 lakh ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. ഓക്കെ, കോൺട്രിബ്യൂഷൻ ചെയ്താൽ നമുക്ക് ബ്രേക്ക് ഈവൺ സെയിൽസ് 22,84,091 എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ലെവൽ ഓഫ് സെയിലാണ് EBT 0 ആവുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ബ്രേക്ക് ഈവൺ സെയിൽസിൻ്റെ ഫോർമുല നമ്മളിവിടെ ബൈ ഹാർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. ഇവിടെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് മാത്രമല്ല കൺസിഡർ ചെയ്യേണ്ടത്, പ്ലസ് ഇൻട്രസ്റ്റ് കൂടെ നമ്മൾ ഫിക്സഡ് കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് വേണം ഇവിടെ ഫിക്സഡ് കോസ്റ്റ് കൺസിഡർ ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഓപ്പറേറ്റിംഗ് ലിവറേജ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവർ ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്, ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് 20 lakh per annum എന്താ തന്നിട്ടുണ്ട്? ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. സാധാരണ നമുക്ക് ഡാറ്റാസ് തന്നിട്ട് നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഡാറ്റാസ് കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് എന്താ? ഫിനാൻഷ്യൽ ലിവറേജ് 2 എന്ന് തന്നിട്ട് 2:1. അപ്പോൾ 2/1 എന്ന് എഴുതുക. ഓപ്പറേറ്റിംഗ് ലിവറേജ് 3:1. സോ 3/1 എന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് ആദ്യം എടുക്കുക. കാരണം ഫിനാൻഷ്യൽ ലിവറേജിൽ നമുക്ക് EBITനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. EBIT ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ്. ഓക്കെ, സോ നമുക്ക് അത് എക്സ്പാൻഡ് ചെയ്യുക. EBTനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. എന്നിട്ട് അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് EBIT കിട്ടും. ഓക്കെ, എന്നിട്ട് അത് EBIT കിട്ടും. ഇനി ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഫോർമുല നമുക്ക് 3 എന്ന് തന്നിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT = 3. സോ ഹിയർ നമുക്ക് കിട്ടിയ EBIT ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് അവിടെ കോൺട്രിബ്യൂഷൻ കിട്ടും. ഇനി നമുക്ക്
ഫിക്സഡ് കോസ്റ്റാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ മൈനസ് EBIT. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കിട്ടി. ഇനി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 40% ഓഫ് സെയിൽസ് ആണ്. അല്ല, വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 60% ഓഫ് സെയിൽസ് ആണ്. അപ്പോൾ ഇവിടെ വേരിയബിൾ കോസ്റ്റ് 60% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 40% കോൺട്രിബ്യൂഷനാണ്. ഓക്കെ, സെയിൽസിൻ്റെ 60% വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ ബാക്കി 40% എന്താണ്? കോൺട്രിബ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ നിന്ന് സെയിൽസ് കണ്ടുപിടിച്ചു. എത്രയാണ് സെയിൽസ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിച്ചു. ഇനി ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ശരിക്കും സാധാരണ ഉണ്ടാക്കുന്ന പോലെ സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ ലെസ് ഫിക്സഡ് കോസ്റ്റ്, EBIT ലെസ് ഇൻട്രസ്റ്റ്, EBT ലെസ് ടാക്സ്, സോ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഓക്കെ, അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം. ഇനി ലാസ്റ്റ് പ്രോബ്ലം, ഇറ്റ് ഈസ് firm is having sales of 50 lakh, variable cost 28 lakh, fixed cost 4,50,000, debt 30 lakh, and 9% ആണ് ഡെറ്റ് റേസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇക്വിറ്റി 40 lakh. നമുക്ക് എന്താ കാണേണ്ടത്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? റിട്ടേൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ക്യാപിറ്റൽ ഇൻറ്റു 100. സോ റിട്ടേൺ കാണണമെങ്കിൽ നമ്മൾ EBIT കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ കിട്ടി, ലെസ് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് ഇത് കിട്ടി, EBIT കിട്ടി, ലെസ് ടാക്സ് കൂടിയുണ്ട്. റിട്ടേൺ കാണണമെങ്കിൽ EBIT വരെ മതി. അപ്പോൾ EBIT ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റൽ. ടോട്ടൽ ക്യാപിറ്റലിവിടെ എത്രയാണ്? 30 lakh ഡെറ്റും ഉണ്ട്, 40 lakh ഇക്വിറ്റി ഉണ്ട്. അപ്പോൾ 70 lakh നമുക്ക് കിട്ടി ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 25% കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഡസ് ഇറ്റ് ഹാവ് എ ഫേവറബിൾ ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്? ഡസ് ഇറ്റ് ഹാവ് ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ്? ഫിനാൻഷ്യൽ ലിവറേജ് ഫേവറബിൾ ആണോ അല്ലേ എന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ ഫിനാൻഷ്യൽ ലിവറേജ് ഫേവറബിൾ ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടിയിട്ടുള്ള ഡെറ്റ് റേസ് ചെയ്തത് നമ്മുടെ കമ്പനിക്ക് നല്ലതാണോ അതല്ലെങ്കിൽ ബാഡായിട്ടാണോ എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ ലിവറേജ് ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ എന്നറിയാനായിട്ട് നമുക്ക് നോക്കുക. ഇൻട്രസ്റ്റ് എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത്? 9% കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലേ? പക്ഷെ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എത്രയാണ്? 25% നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്കത് ഫേവറബിൾ അല്ലേ? ഫേവറബിൾ ആണ്. കാരണം 9% ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് ആ എമൗണ്ട് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയത് എത്രമാത്രം റിട്ടേൺ നമ്മൾ ഉണ്ടാക്കി? 25% റിട്ടേൺ ഉണ്ടാക്കി. അപ്പോൾ ബാക്കി 16% നമുക്ക് എന്താണ്? പ്രോഫിറ്റ് ആണ് അല്ലേ? സോ ഇറ്റ് ഈസ് ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ്. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ കമ്പനി ബിലോങ്സ് ടു an industry whose asset turnover is 3, does it have a high or low asset leverage? ഓക്കെ, അപ്പോൾ നമുക്ക് അസറ്റ് ടേൺ ഓവർ കണ്ടുപിടിക്കണം. ഓക്കെ, അസറ്റ് ടേൺ ഓവർ, ഇൻഡസ്ട്രിയുടെ അസറ്റ് ടേൺ ഓവർ എത്രയാണ്? 3 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കമ്പനിയുടെ ടേൺ ഓവർ ഹൈ ആണോ ലോ ആണോ എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ അസറ്റ് ടേൺ ഓവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സെയിൽസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. അപ്പോൾ സെയിൽസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് സെയിൽസ് തന്നിട്ടുള്ളത്? 50 lakh. ഓക്കെ, ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ തന്നെയാണ് നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് 70 lakh. ഓക്കെ, അപ്പോൾ 50 lakh ഡിവൈഡ് ബൈ 70 lakh, ദാറ്റ് ഈസ് 0.71. അപ്പോൾ ഇവിടെ ഇൻഡസ്ട്രിയുടെ അസറ്റ് ടേൺ ഓവർ എത്രയാണ്? 3 ആണ്. നമ്മുടെ അസറ്റ് ടേൺ ഓവർ എത്രയാണ്? 0.71 ആണ്. സോ ഇറ്റ് ഈസ് വെരി ലോ അല്ലേ? ലോ അസറ്റ് ടേൺ ഓവർ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ് ആൻഡ് കമ്പൈൻഡ് ലിവറേജ് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡയറക്റ്റ് എല്ലാതും തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് കാണാനായിട്ട് പറ്റും. ഇനി അടുത്തത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇഫ് ദ സെയിൽസ് ഡ്രോപ്പ് ടു 35 lakh, വാട്ട് വിൽ ബി ദ EBIT? അതേപോലെ EBIT ഓഫ് ദ കമ്പനി എപ്പോഴാണ് 0 ആവുക എന്നുള്ളതും EBT കമ്പനി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബ്രേക്ക് ഈവൺ സെയിൽസിലാണ് EBT എന്താവുക? 0 ആവുക. അപ്പോൾ നമുക്കിവിടെ ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്, കമ്പൈൻഡ് ലിവറേജ് കാണണം. സെയിൽസ് 35 lakh ആയിട്ട് കുറഞ്ഞാൽ, 50 lakhൽ നിന്ന് 35 lakh ആയി കുറഞ്ഞാൽ എന്തായിരിക്കും EBIT എന്ന് കാണണം. അതേപോലെ ബ്രേക്ക് ഈവൺ സെയിൽസും കണ്ടുപിടിക്കണം.
ഓക്കെ. അപ്പോൾ നമ്മളുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ്, കമ്പൈൻഡ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ് ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇനി EBIT സെയിൽസ് കുറയുമ്പോൾ 35 ലാക്ക് ആകുമ്പോൾ എന്താണെന്ന് നമുക്ക് കാണണം. അപ്പോൾ ലെസ് വേരിയബിൾ കോസ്റ്റ് ഇവിടെ പ്രോബ്ലത്തിൽ എന്താ തന്നിട്ടുള്ളത്? വേരിയബിൾ കോസ്റ്റ് 28 ലാക്ക് അല്ലേ. അപ്പോൾ 50 ലാക്ക് സെയിലാവുമ്പോൾ വേരിയബിൾ കോസ്റ്റ് 28 ലാക്കാണ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് ഈ 28 ലാക്ക് ഇതിൽ എഴുതാൻ പറ്റുമോ? പറ്റില്ല. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും വേരി ചെയ്യുന്നതാണ്. അപ്പോൾ 35 ലാക്ക് ആവുമ്പോൾ എങ്ങനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്യാം? 28 ലാക്ക് എന്ന് പറയുന്നത് 50 ലാക്കിൻ്റെ വേരിയബിൾ കോസ്റ്റ് ആണല്ലേ. അപ്പോൾ 28 ലാക്ക് ഡിവൈഡഡ് ബൈ 50 ലാക്ക് ഇൻറ്റു 35 ലാക്ക്. അങ്ങനെയാണെങ്കിൽ 35 ലാക്കിൻ്റെ വേരിയബിൾ കോസ്റ്റ് എന്താണ് എന്നാണ് നമ്മൾ ഈ ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ 19,60,000. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടി, ലെസ് ഫിക്സഡ് കോസ്റ്റ് എഴുതി, നമുക്ക് EBIT കിട്ടി. ഓക്കെ. ഇനി നമുക്ക് ബ്രേക്ക് ഈവൻ സെയിൽസ് കണ്ടുപിടിക്കണം. സെയിൽസ് അറ്റ് വിച്ച് ദ EBIT വിൽ ബി 0. എന്താണ് ഫോർമുല? ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. ഇവിടെ ഫിക്സഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഇൻട്രസ്റ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. സോ 4,50,000 പ്ലസ് ഇൻട്രസ്റ്റ് എത്രയാണ്? 9% ഇൻട്രസ്റ്റ് ആണ്. ആ ഇൻട്രസ്റ്റ് 2,70,000. അപ്പോൾ നമുക്ക് 7,20,000 ആണ് ഫിക്സഡ് കോസ്റ്റ് കിട്ടുന്നത്. സോ ബ്രേക്ക് ഈവൻ സെയിൽ ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. ഓക്കെ. 7,20,000 ഇൻറ്റു 50 ലാക്ക് ഡിവൈഡഡ് ബൈ 22 ലാക്ക്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ഈവൻ സെയിൽസ് 60,36,363. ഓക്കെ. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടോ. Okay, if you have any doubts, you personally message me. Okay, I will clear all your doubts. Okay, thank you.